ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പ്ലം കേക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വൈന് ചേർക്കണം എന്ന് കരുതും. അപ്പോൾ വൈനൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് പ്ലം കേക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് വീതം റൈസിൻസും ഈത്തപ്പഴം ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ഒരു കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും പകുതി മാറ്റി വെച്ച് പകുതി പൊടിച്ചെടുക്കണം. ബാക്കി പകുതി നമുക്ക് ഷുഗർ കാരമലൈസ് ആക്കി എടുക്കണം. ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് കാരമലൈസ് ആക്കി എടുക്കാം. ഷുഗർ കാരമലൈസ് ആക്കുമ്പോൾ ചെറിയ തീയിലിട്ടിട്ടാണ് ഷുഗർ കാരമലൈസ് ആക്കി എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഷുഗർ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇവിടെ ഷുഗർ കാരമലൈസ് ആയി വരുന്നുണ്ട്. ഇത് നല്ലൊരു ബ്രൗൺ കളറാക്കി മാറ്റണം. ഈ ഒരു ബ്രൗൺ കളറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ നല്ല പതഞ്ഞ് വരും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ലിക്വിഡ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത് 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളത്തിൻ്റെ പകുതി ആകുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിവിടെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറാമ്പൂവ് പൊടിച്ചെടുത്തതാണ്. ഇത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇതാണ് പ്ലം കേക്ക് നല്ലൊരു ഫ്ലേവർ നൽകുന്നത്. അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായി മാറ്റി വെക്കാം. കേക്ക് ഇവിടെ ബേക്ക് ചെയ്യുന്നത് ഇതുപോലെ ഒരു പാത്രത്തിലേക്കാണ്. അപ്പോൾ ഇത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ തയ്യാറാക്കാനായി ഞാനൊരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് 10 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന അരക്കപ്പ് പഞ്ചസാര ചേർത്ത് വീണ്ടും 10 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ അരക്കപ്പ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓയിൽ ചേർത്തതിന് ശേഷം അധികം അടിക്കരുത്, ഒരു 2 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇവിടെ ഈ ഒരു ബാറ്റർ തയ്യാറായിട്ടുണ്ട്. അത് കാരമലൈസ് ആക്കി വെച്ചിരുന്ന ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ മിക്സ് നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മളുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് കറാമ്പൂവ് ക്രഷ് ചെയ്തത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ വെള്ളം ഏറാൻ പാടില്ല. നമ്മൾ നേരത്തെ വെച്ചിരുന്ന 1 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് അതിന് പകുതി ആകുന്നത് വരെയാണ് വറ്റിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. വെള്ളം ഏറിക്കഴിഞ്ഞാൽ കേക്ക് റെഡി ആവില്ല. അപ്പോൾ ഇവിടെ ബാറ്റർ ശരിയായിട്ടുണ്ട്. ബാറ്റർ മോൾഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. പ്ലം കേക്കിന് ഏറ്റവും നല്ലത് 6 ഇഞ്ചിൻ്റെ മോൾഡാണ്. നിങ്ങളുടെ കേക്കിൻ്റെ വെയിറ്റിനനുസരിച്ച് എടുക്കുക. ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഈ ഒരു പോട്ടിലേക്ക് മോൾഡ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഏകദേശം 45 മിനിറ്റ് കുക്കിംഗ് ടൈം എടുത്തിട്ടുണ്ട് എനിക്ക്. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് റൈസിൻസും കാഷ്നട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പ്ലം കേക്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട്. ഞാനത് വിട്ടുപോയതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.